നമസ്കാരം ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് പുതിയ വാചകങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വുഡ് ഹാവ് ബീൻ അല്ലെങ്കിൽ വുഡ് നോട്ട് ഹാവ് ബീൻ ഉപയോഗിച്ചുള്ള സെൻറ്റൻസസ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയായി പറയുന്നതാണല്ലേ, ഞാനവിടെ വന്നേനെ, ഞാനവിടെ പോയേനെ എന്നെങ്ങനെ പറയും? ഐ വുഡ് ഹാവ് കം ദെയർ, ഞാനവിടെ വന്നേനെ, ഞാനവിടെ വരുമായിരുന്നു. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ദെയർ, ഞാനവിടെ പോകുമായിരുന്നു, ഞാനവിടെ പോയേനെ എന്ന് പറയാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വുഡ് ഹാവ് ബീൻ ഉപയോഗിച്ചുള്ള വാചകങ്ങളാണ്. അതായത് വുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ധനികനാകുമായിരുന്നു, ഒരവസ്ഥയാണല്ലേ. ഞാൻ സന്തോഷവാനാകുമായിരുന്നു, ഒരവസ്ഥയാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വുഡ് ഹാവ് ബീൻ ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസസ് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വുഡ് ഹാവ് ബീൻ ഉപയോഗിച്ചിട്ട് കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞാൻ സന്തോഷവാനാകുമായിരുന്നു, ഞാൻ സന്തോഷവാനാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി, ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. ഞാൻ സന്തോഷവാനാകുമായിരുന്നു, എന്നാൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? നെഗറ്റീവ് എങ്ങനെ പറയാം? നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം? I would not have been happy, I would not have been happy. ഞാൻ സന്തോഷവാനാകുമായിരുന്നില്ല, ഞാൻ സന്തോഷവാനാകുമായിരുന്നില്ല. I would not have been happy. വേറെ നോക്കാം. അവർ വിജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർ വിജയികളാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? They would have been successful, they would have been successful. അങ്ങനെയെങ്കിൽ അവർ വിജയികളാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവർ വിജയിക്കുമായിരുന്നില്ല, അവർ വിജയികളാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? They would not have been successful, they would not have been successful. അവർ വിജയികളാകുമായിരുന്നില്ല. വേറെ നോക്കാം. അവൾ അസ്വസ്ഥയാകുമായിരുന്നു, ഒരവസ്ഥയാണല്ലേ. അവൾ അസ്വസ്ഥയാകുമായിരുന്നു എങ്ങനെ പറയാം? She would have been upset, she would have been upset. അവൾ അസ്വസ്ഥയാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എന്താണ്? അവൾ അസ്വസ്ഥയാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? She would not have been upset, അല്ലേ? She would not have been upset. വേറെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ധനികനാകുമായിരുന്നു, ഒരവസ്ഥയാണല്ലേ. പക്ഷേ ആയില്ല. പക്ഷെ എങ്ങനെ പറയാം? I would have been rich, ഞാൻ ധനികനാകുമായിരുന്നു, I would have been rich, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ധനികനാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? I would not have been rich, അല്ലേ? I would not have been rich. ഞാൻ ധനികനാകുമായിരുന്നില്ല. സിനിമ നന്നാകുമായിരുന്നു, അല്ലേ? സിനിമ നന്നായേനെ എന്ന് പറയില്ലേ നമ്മൾ സാധാരണയായി? അതെങ്ങനെ പറയാം? The movie would have been better. സിനിമ വളരെ നന്നാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? The movie would have been much better. ഇനി സിനിമ വളരെ നന്നാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? സിനിമ വളരെ നന്നാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? The movie would not have been better. The movie would not have been better. അങ്ങനെയെങ്കിൽ നീ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? നീ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ എന്നെങ്ങനെ പറയാം? I would have been happy if you had come, അല്ലേ? നീ അവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നു. നീ അവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? I would have been happy if you had come there. I would have been happy if you had come there. അങ്ങനെയെങ്കിൽ അതിന് നെഗറ്റീവ് എന്താണ്? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ പറയാം? നീ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കില്ല, നീ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? I would not have been happy if you had come there, അല്ലേ? നീ വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായിരുന്നിരിക്കില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു, അല്ലേ? അതാ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ നോക്കാം. അവൾ ഒരു വലിയ ടീച്ചറാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? She would have been a great teacher. അങ്ങനെയെങ്കിൽ അവളൊരു വലിയ ടീച്ചർ ആകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? She would not have been a great teacher. വേറെ നോക്കാം. കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർ വിജയിക്കുമായിരുന്നു, കൂടുതൽ ശ്രമിച്ചിരുന്നെങ്കിൽ അവർ വിജയിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാം? They would have been successful if they had tried harder, അല്ലേ? They would have been successful
if they had tried harder. അങ്ങനെയെങ്കിൽ അതിന് നെഗറ്റീവ് എന്താണ്? കൂടുതൽ ശ്രമിച്ചിരുന്നില്ലെങ്കിൽ അവർ വിജയിക്കുമായിരുന്നില്ല, അല്ലെ? കൂടുതൽ ശ്രമിച്ചിരുന്നില്ലെങ്കിൽ അവർ വിജയിക്കുമായിരുന്നില്ല, അവർ വിജയികളാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? They would not have been successful if they had not tried harder. They would not have been successful if they had not tried harder. വേറൊന്നും കൂടി നോക്കാം. സബ് ടൈറ്റിലുകൾ നൽകിയിരുന്നെങ്കിൽ സിനിമ നന്നാകുമായിരുന്നു, അല്ലെ? നമ്മൾ സാധാരണയായി പറയുന്നതാണ്. എങ്ങനെ പറയാം? The movie would have been better with subtitles. The movie would have been better with subtitles. അങ്ങനെയെങ്കിൽ സബ് ടൈറ്റിൽസ് ഇല്ലാതെ സിനിമ നന്നാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? The movie would not have been better without subtitles, അല്ലെ? The movie would not have been better without subtitles. വേറെ നോക്കാം. അതറിഞ്ഞിരുന്നെങ്കിൽ അവൾ അസ്വസ്ഥയാകുമായിരുന്നു, അല്ലെങ്കിൽ അല്ലെ? അവൾ അതറിഞ്ഞിരുന്നെങ്കിൽ അവൾ അസ്വസ്ഥയാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? She would have been upset if she had known that, അല്ലെ? She would have been upset if she had known that. അവൾ അതറിഞ്ഞിരുന്നെങ്കിൽ അവൾ അസ്വസ്ഥയാകുമായിരുന്നു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അവൾ അതറിഞ്ഞില്ലായിരുന്നെങ്കിൽ അസ്വസ്ഥയാകുമായിരുന്നില്ല, അല്ലെ? എങ്ങനെ പറയാം? അവൾ അതറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ വിഷമിക്കുമായിരുന്നില്ല, അസ്വസ്ഥയാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? She would not have been upset if she had not known that, അല്ലെ? She would not have been upset if she had not known that. വേറെ നോക്കാം. അവൾക്കതൊരു വലിയ അവസരമാകുമായിരുന്നു. എങ്ങനെ പറയാം? അവൾക്കതൊരു വലിയ അവസരമാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? It would have been a great opportunity for her. It would have been a great opportunity for her. It would have been a great opportunity for her. ഇത് അവൾക്കൊരു വലിയ അവസരമാകുമായിരുന്നു. പക്ഷെ എന്ത് പറ്റി? ആയില്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് എന്താണ്? അവൾക്കതൊരു വലിയ അവസരമാകുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? It would not have been a great opportunity for her. It would not have been a great opportunity for her. വേറെ നോക്കാം. കൂടുതൽ പരിശീലിച്ചിരുന്നെങ്കിൽ എനിക്ക് പരിഭ്രമം കുറയുമായിരുന്നു, അല്ലെ? കൂടുതൽ പരിശീലിച്ചിരുന്നെങ്കിൽ എനിക്ക് പരിഭ്രമം കുറയുമായിരുന്നു എന്നെങ്ങനെ പറയാം? I would have been less nervous. I would have been less nervous if I had practiced more. I would have been less nervous if I had practiced more. ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പരിഭ്രമം കുറയുമായിരുന്നു. വേറെ നോക്കാം. ഫ്രഷ് ആയിരുന്നെങ്കിൽ ഭക്ഷണം രുചികരമായേനെ, അല്ലെ? ഫ്രഷ് ആയിരുന്നെങ്കിൽ ഭക്ഷണം രുചികരമാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? The food would have been delicious if it were fresh, അല്ലെ? The food would have been better, അല്ലെങ്കിൽ the food would have been delicious if it were fresh. If it were fresh. വേറെ നോക്കാം. സത്യം കേട്ടിരുന്നെങ്കിൽ അവർക്ക് ദേഷ്യം വരുമായിരുന്നു. സത്യം കേട്ടിരുന്നെങ്കിൽ അവർക്ക് ദേഷ്യം വരുമായിരുന്നു എന്നെങ്ങനെ പറയാം? They would have been angry if they had known the truth. എങ്ങനെ പറയാം? They would have been angry. They would have been angry if they had known the truth. വേറെ നോക്കാം. ബസ് വൈകിയിരുന്നില്ലെങ്കിൽ ഞാൻ കൃത്യസമയത്ത് എത്തുമായിരുന്നു എന്നെങ്ങനെ പറയാം? I would have been on time if the bus hadn't been late. I would have been on time if the bus hadn't been late. I would have been on time if the bus hadn't been late. വേറെ നോക്കാം. നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ അത് വളരെ നന്നാകുമായിരുന്നു. നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ അത് വളരെ നന്നാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? It would have been much better if we had started earlier. It would have been much better if we had started earlier. വേറെ നോക്കാം. നിങ്ങൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവൻ നിരാശനാകുമായിരുന്നു. നിങ്ങൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ
അവൻ നിരാശനാകുമായിരുന്നു എന്നെങ്ങനെ പറയാം? He would have been disappointed if you hadn't called him. അല്ലേ? He would have been disappointed if you hadn't called him. നിങ്ങൾ അവനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവൻ നിരാശനാകുമായിരുന്നു. വേറെ നോക്കാം. സിഗ്നലിൽ കടക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പറയുന്ന കാര്യമാണല്ലേ. സിഗ്നലിൽ കടക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം എന്നെങ്ങനെ പറയാം? It would have been safer to cross at the signal. It would have been safer to cross at the signal. വേറെ നോക്കാം. നന്നായി കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളവരാകുമായിരുന്നു. എങ്ങനെ പറയാം? We would have been healthier if we had eaten better. അല്ലേ? നമ്മൾ നന്നായി കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളവരാകുമായിരുന്നു. അല്ലേ? എങ്ങനെ പറയാം? We would have been healthier if we had eaten better. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് would have been അല്ലെങ്കിൽ would not have been ഉപയോഗിച്ചുള്ള സെന്റൻസസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. We'll see you again with another video. Thank you.